ബോട്ടണിയിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് പ്ലാൻ കിങ്ഡം. ലാസ്റ്റ് നീറ്റിന് 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ളത്. അതായത് 5x4 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ബട്ട് വളരെ സിമ്പിളായിട്ട് ചാപ്റ്റർ പഠിക്കാം. 5 ഗ്രൂപ്പ് ആളുകളെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആരൊക്കെ? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. അപ്പോൾ മോസ്റ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള ആൻജിയോസ്പേംസ്, അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അവരെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ കുറച്ച് സിസ്റ്റംസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ആദ്യം ഒരു സിസ്റ്റം വന്നു, പിന്നെ ആ സിസ്റ്റത്തിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉള്ളതുകൊണ്ട് അടുത്ത സിസ്റ്റം വന്നു, പിന്നെ അതിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉള്ളതുകൊണ്ട് അടുത്ത സിസ്റ്റം വന്നു, ആ രൂപത്തിൽ. പക്ഷെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യമായിട്ട് വന്നൊരു സിസ്റ്റമാണ് ഏതാണ് സിസ്റ്റം? ആർട്ടിഫിഷ്യൽ സിസ്റ്റം. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ആരാണ് കൊണ്ടുവന്നത്? നീറ്റിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ആരാണ്? കാൾ ലിനേഴ്സ്. നമ്മൾ കാൾ ലിനേഴ്സ് ഒരുപാട് സ്ഥലത്ത് പഠിച്ചാ. എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്, ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ പഠിച്ചിട്ടുണ്ട്, അതുപോലെ സിസ്റ്റം ആൻഡ് നാച്ചർ ഓഫ് പബ്ലിക്കേഷൻ, അവിടെ ഒക്കെ കേട്ട ആളാണ് ആര്? ലിനേഴ്സ്. അപ്പൊ ലിനേഴ്സിനാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇയാൾ എന്ത് മാത്രമേ നോക്കിയിട്ടുള്ളൂ? ഇയാൾ ബേസ്ഡ് ഓൺ സൂപ്പർഫിഷ്യൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് ഉപരിതലത്തിൽ കാണുന്ന ചില ഫീച്ചേഴ്സ് മാത്രമേ ഇയാൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ ഇയാൾ ഏതൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്? വെജിറ്റേറ്റീവ് ആയിക്കോട്ടെ, അതുപോലെ സെക്ഷൽ ആയിട്ടുള്ളൂ. എന്താണ് വെജിറ്റേറ്റീവ്? ഇപ്പൊ പ്ലാന്റ്സിന്റെ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ റൂട്ട്, സ്റ്റെം, ലീഫ്, അതെല്ലാം എന്താണ്? വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. എന്താണ് സെക്ഷല്? ഫ്ലവറിനായി സംബന്ധിച്ചിട്ടുള്ള ബാക്കി പാർട്സ് ഒക്കെ എന്താണ്? സെക്ഷൽ ക്യാരക്ടേഴ്സ് ആണ്. ഈ ലിനേഴ്സിന് വെജിറ്റേറ്റീവും സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്തായിട്ടുണ്ട്? കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, സെക്ഷൽ ക്യാരക്ടേഴ്സിൽ ആൻഡ്രീഷ്യം സ്ട്രക്ചർ നീറ്റിന് ഒരുപാട് തവണ എടുത്ത് ചോദിച്ചതാണ്. എന്ത്? ഏത് ക്യാരക്ടറാണ്? ഏതാണ്? ആൻഡ്രീഷ്യം സ്ട്രക്ചർ. ഇവിടെ നോക്കണം, വെജിറ്റേറ്റീവില് ഹാബിറ്റ്, നമ്പർ, ഷേപ്പ്, കളർ ഓഫ് ലീവ്സ് ഒക്കെയാണ് ഇയാൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാൾ സെക്ഷലിനും വെജിറ്റേറ്റീവിനും എന്ത് ചെയ്ത്? ഇമ്പോർട്ടൻസ് ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഒരേ ഇമ്പോർട്ടൻസ് വെജിറ്റേറ്റീവിനും സെക്ഷലിനും കൊടുക്കുമ്പോഴുള്ള പ്രശ്നം? അതായത് എൻവയോൺമെന്റിനോട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്താ? വെജിറ്റേറ്റീവ് ആണ്. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എൻവയോൺമെന്റിനനുസരിച്ച് നല്ലോണം ചേഞ്ചസ് ഉണ്ടാവും, ഏതിനേക്കാൾ? സെക്ഷലിനേക്കാൾ. അപ്പം എന്തായാലും ഉറപ്പല്ലേ? അപ്പം ഈ ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ, ഈക്വൽ വെയിറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അതൊരു ഡീമെറിറ്റ് അല്ലേ? എങ്ങനെ ഡീമെറിറ്റ് ഉള്ളത്? കാരണം ഇവിടെ എന്ത് സംഭവിച്ചു? ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്തായി പോയി? സെപ്പറേറ്റ് ആയി പോയി. അപ്പൊ ഉറപ്പാണ് എന്ത് വരണം? പുതിയൊരു സിസ്റ്റം വരണം. അങ്ങനെ വരുന്ന പുതിയൊരു സിസ്റ്റമാണ് അടുത്ത സിസ്റ്റമായിട്ട് വന്നിട്ടുള്ളത്. ഏതാണ് ആ സിസ്റ്റം? നാച്ചുറൽ സിസ്റ്റം. നാച്ചുറൽ സിസ്റ്റം. ആരാണ് നാച്ചുറൽ സിസ്റ്റം കൊണ്ടുവന്നതെന്ന് നീറ്റിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ബെന്തം ആൻഡ് ഹുക്കർ. ബെന്തം ആൻഡ് ഹുക്കർ ആണ് ഏത് കൊണ്ടുവന്നിട്ടുള്ളത്? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇയാള് എന്ത് മാത്രമല്ല നോക്കിയത്? അവിടെ നോക്കണം നമ്മൾ, അവിടെ ജസ്റ്റ് മോർഫോളജി മാത്രമായിരുന്നു. ബട്ട് ഇവിടെ എന്തല്ല, ഇവിടെ മോർഫോളജി മാത്രമല്ല, ഇവിടെ മോർഫോളജിന്റെ കൂടെ അനാട്ടമി ഉണ്ട്, അതേപോലെ അൾട്രാസെല്ലിന്റെ അൾട്രാ സ്ട്രക്ചർ ഉണ്ട്, എംബ്രിയോളജി ഉണ്ട്, ഫൈറ്റോ കെമിസ്ട്രി. എന്താ ഫൈറ്റോ കെമിസ്ട്രി? പ്ലാന്റ്സിലുള്ള ഒരുപാട് കെമിക്കൽസ് ഉണ്ടല്ലോ, ആ കെമിക്കൽസ് വരെ ഇയാൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ എത്രത്തോളം ഫീച്ചേഴ്സ് ആര് യൂസ് ചെയ്തിട്ടുണ്ട്? ബെന്തം ആൻഡ് ഹുക്കർ യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് എന്തുകൂടെ പറയാം? ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ്. എന്താണ് നാച്ചുറൽ അഫിനിറ്റീസ്? നാച്ചുറൽ അഫിനിറ്റീസ് സിമ്പിളി പറയുകയാണെങ്കിൽ എന്താണ്? സിമിലാരിറ്റീസ്. അപ്പൊ നാച്ചുറൽ അവർ എത്രത്തോളം സിമിലാരിറ്റി ഉണ്ട് അതും ആര് കൺസിഡർ ചെയ്തിട്ടുണ്ട്? ബെന്തം ആൻഡ് ഹുക്കർ. എവിടെ? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. പക്ഷേ ഇതിനേക്കാൾ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ട് അടുത്തൊരു സിസ്റ്റം വരികയാണ്. ഏതാണ് ആ സിസ്റ്റം? അടുത്ത സിസ്റ്റം വരികയാണ് ഫൈലോജനറ്റിക് സിസ്റ്റം. ഏതാണ്? ഫൈലോജനറ്റിക് സിസ്റ്റം. ഈ ഫൈലോജനറ്റിക് സിസ്റ്റത്തിൽ ഇവരെന്തായി? കുറച്ചും കൂടിയും എവല്യൂഷണറി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇതോട്ട് അപ്ലൈ ചെയ്ത്. അപ്പൊ നോക്കി, എവല്യൂഷൻ റിലേറ്റഡ് ആണ്. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഉണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഒക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനൊക്കെ ഒരു കോമൺ ആൻസിസ്റ്റർ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നോക്ക്, ഇവിടെ എന്തായി? ഒന്നും കൂടി കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റി. നോക്കണം, ബേസ്ഡ് ഓൺ എവല്യൂഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് എന്താണ്? ഓർഗാനിസം ബിലോങ് ടു സെയിം ടാക്സ ഹാവ് കോമൺ ആൻസിസ്റ്റർ. എന്താ അങ്ങനെ പറഞ്ഞാല്? സെയിം ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ സിംപ്ലി സെയിം ഗ്രൂപ്പ് എന്നൊക്കെ എടുക്കുക. അപ്പൊ നോക്കുക, ഓർഗാനിസം ബിലോങ്ങിങ് ടു സെയിം ഗ്രൂപ്പ്, ഒരേ ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് ഹാവ് കോമൺ ആൻസിസ്റ്റർ. എന്തുണ്ട്?
കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഏതാണ് സിസ്റ്റം? ഫൈലോജനറ്റിക് സിസ്റ്റം. അപ്പൊ ഈ പോയിന്റ് ശരിക്കും ആലോചിച്ച് നോക്കുക. ഫൈലോജനറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് മനസ്സിലോട്ട് വരണം? എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലോട്ട് വരണം. പിന്നെ ഈ പോയിന്റും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത്? ഓർഗാനിസം ബിലോങ് ടു സെയിം ടാക്സ ഹാവ് കോമൺ ആൻസിസ്റ്റർ എന്നുള്ളതും. ഇപ്പൊ നമ്മൾ പ്രസന്റ്ലി യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാണ്? ഫൈലോജനറ്റിക് സിസ്റ്റം. അപ്പം ഈ ഒരു സിസ്റ്റത്തിലോട്ട് ഒന്നും കൂടെ ഇതിനെ അഡ്വാൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൂൾസ് ഇതിലോട്ട് എന്താക്കാറുണ്ട്? ടൂൾസ് നമ്മൾ ഇംപ്ലൈ ചെയ്യാറുണ്ട്. അതിൽ പെട്ടൊരു സാധനമാണ് ഏത് സാധനം? സൈറ്റോ ടാക്സോണമി. ഏതാണ്? സൈറ്റോ ടാക്സോണമി. പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? സൈറ്റോ അല്ലെ, സെല്ല് അല്ലെ. അപ്പം സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ. അപ്പൊ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ നമ്മൾ എവിടെ കൺസിഡർ ചെയ്യാറുണ്ട്? എവിടെ? സൈറ്റോ ടാക്സോണമിയിൽ. ഏതെല്ലാമാണത്? ക്രോമസോമിന്റെ നമ്പർ, ക്രോമസോമിന്റെ സ്ട്രക്ചർ, ബിഹേവിയർ, ഇതെല്ലാം നമ്മൾ എവിടെ കൺസിഡർ ചെയ്യാറുണ്ട്? സൈറ്റോ ടാക്സോണമിയിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടൂളാണ് ഏത്? കീമോ ടാക്സോണമി. കീമോ നെയിമിൽ തന്നെ ഉണ്ടല്ലോ, കെമിക്കൽസ് നോക്ക്. ബേസ്ഡ് ഓൺ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് പ്ലാന്റ്സിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസിന് നോക്കിയിട്ടും നമ്മൾ എന്ത് നോക്കാറുണ്ട്? ഈ ഒരു ടൂളും നമ്മളെ ഫൈലോജനറ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഏത്? ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ എന്ന് മനസ്സിലോട്ട് വരിക. കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് ഏത് ടാക്സോണമി? ന്യൂമറിക്കൽ ടാക്സോണമി ഡൺ ബൈ കമ്പ്യൂട്ടേഴ്സ്. ഇവിടെ എന്തൊക്കെ? നമ്പർ ആൻഡ് കോഡ്സ് ടു ഓൾ ക്യാരക്ടേഴ്സ്. ഓരോ ക്യാരക്ടേഴ്സിനും നമ്പർ, കോഡുകളൊക്കെ എന്താണ്? കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ നോക്കണം, ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സെയിം ടൈമിൽ നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ക്യാരക്ടർ കൺസിഡർ ചെയ്യാൻ പറ്റൂലേ. അതുകൊണ്ട് തന്നെ നോക്കണം, ഹൺഡ്രഡ്സ് ഓഫ് ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് എന്തൊക്കെ പറ്റുന്നുണ്ട്? നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും പഠിച്ചു വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ്, നീറ്റിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റഡി ഓഫ് റാഫിഡ്സ് മെയ്ഡ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് ഫോം ദി ബേസിസ് ഓഫ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇതുവരെ കേൾക്കാത്താണല്ലോ. ഏത്? റാഫിഡ്സ് ഇതുവരെ കേൾക്കാത്താണല്ലോ. നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് മെയ്ഡ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റ്. കാൽഷ്യം ഓക്സലേറ്റ് എന്താണ്? കാൽഷ്യം ഓക്സലേറ്റ് എന്താണ്? ഒരു കെമിക്കൽ അല്ലേ. അപ്പൊ നമുക്ക് എന്തിടാൻ പറ്റും? എന്താണ് ഇവിടെ ആൻസർ? ഏതായിട്ടാണ് വരിക? ഫെനറ്റിക്സ് ആണോ? അല്ല. സൈറ്റോടാക്സോണമി ആണോ? അല്ല. കാരിയോ ആണോ? അല്ല. ഏതാണ് ആൻസർ? കീമോ ടാക്സോണമി. കാരണം ഇതെന്താണ്? ഒരു കെമിക്കലാന്ന് നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യൻ കിട്ടി അല്ലെ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്. നീറ്റ് പ്രീവിയസ് ഇയർ ആണ്. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ പെട്ടെന്ന് എഴുതണം. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആരാ കൊണ്ടുവന്നത്? ബെന്തം ആൻഡ് ഹുക്കർ ആണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമിനെ പറ്റിയുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അവർ ചോദിച്ചതാണ് എത്ര സ്റ്റേറ്റ്മെന്റ് ഇതിൽ കറക്റ്റ് ആണെന്ന് നോക്കണം. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. കറക്റ്റ് ആണല്ലോ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇറ്റ് അസൈൻ നമ്പേഴ്സ് ആൻഡ് കോഡ്സ് ടു ക്യാരക്ടേഴ്സ്. അതും നമ്മൾ പറഞ്ഞു, അതും കറക്റ്റ് ആണ്. ഓൾ ക്യാരക്ടേഴ്സ് ആർ ഗിവൺ ഈക്വൽ വെയിറ്റേജ്. അതും എന്താണ്? കറക്റ്റ് ആണ്. ഇറ്റ് കൺസിഡർഡ് ഹൺഡ്രഡ്സ് ഓഫ് ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. അപ്പൊ എത്ര? 4 സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ? കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ മനസ്സിലോട്ട് വരണം, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ആരെ കൊണ്ടെന്നൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ആരെ കൊണ്ടെന്ന് ആർട്ടിഫിഷ്യൽ സിസ്റ്റം? ലിനേഴ്സ് എന്ന് ഓർമ്മ വേണം. അവരാകെ കുറച്ച് മോർഫോളജി ക്യാരക്ടേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്ന ഓർമ്മ വേണം. വെജിറ്റേറ്റീവ്, സെക്ഷൽ ഓർമ്മ വേണം. സെക്ഷൽ എന്തായിരുന്നു? ആൻഡ്രീഷ്യം സ്ട്രക്ചർ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ വേറെ പേരോട് വിളിക്കാറുണ്ട്. ഏത്? സെക്ഷൽ സിസ്റ്റം എന്നുള്ള പേരും കൂടെ ഇതിന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ട് വിളിക്കണേ? കാരണം ലിനേഴ്സ് എന്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്? ആൻഡ്രീഷ്യത്തിന്റെ സ്ട്രക്ചർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്ക്, ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്. ഇൻവോൾവ്സ് യൂസേജ് ഓഫ് 1 or few മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഫോർ ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ്. കറക്റ്റ് ആണല്ലോ. കുറച്ച് മോർഫോളജി ക്യാരക്ടേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് റെഡിയാണ്. അടുത്ത ലിനേഴ്സ് യൂസ്ഡ് സെക്ഷൽ ക്യാരക്ടേഴ്സ്. കറക്റ്റ് ആണല്ലോ. സെക്ഷൽ ക്യാരക്ടേഴ്സ് ആസ് ദേ ആർ അഫക്റ്റഡ് ബൈ എൻവയോൺമെന്റ്. ബട്ട് ഇവിടെ വരെ എന്താ പറഞ്ഞത്? അഫക്റ്റഡ് ബൈ എൻവയോൺമെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഏത് ക്യാരക്ടേഴ്സ് ആ മോസ്റ്റ്ലി എൻവയോൺമെന്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുക? വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. ഇവിടെ വരെ പറഞ്ഞ എന്താണ്? സെക്ഷൽ ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ബി സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അടുത്ത നോക്കുക. ലിനേഴ്സ് ഗേവ് സെക്ഷൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതെ, റെഡിയാണ്. കാരണം ലിനേഴ്സ് എന്താണ്? ആൻഡ്രീഷ്യം സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു
ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിന് നമ്മൾ എന്തും വിളിക്കാറുണ്ട്? സെക്ഷൽ സിസ്റ്റം എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഇത് റെഡിയാണ്. അടുത്ത് ഗേവ് ഈക്വൽ വെയിറ്റേജ് ടു വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഇത് എന്താണ്? റെഡിയാണ്. അപ്പൊ ഏതൊക്കെയാണ്? എയും സിയും ഡിയും ആണ്. എയും സിയും ഡി. അപ്പൊ ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇവിടെ നോക്കി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരു അസേർഷൻ ടൈപ്പ് റീസണോട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനോട് ചെയ്യാം. അസേർഷൻ നോക്കുക. എ ക്ലാസിഫിക്കേഷൻ ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഗിവൺ ബൈ ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ട് ഹുക്കർ വാസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ സിമിലാരിറ്റീസ് എമംഗ് ഓർഗാനിസം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്? കറക്റ്റ് ആണ്. അടുത്ത റീസൺ, he considered not only the external features but also internal features like ultrastructure, anatomy, embryology, phytochemistry. ഇതും റെഡിയാണ്. പക്ഷെ എന്തല്ല, ഇത് റീസൺ അല്ല. അപ്പൊ എന്താണ് ഓപ്ഷൻ വരിക? ബോത്ത് അസേർഷൻ റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. അപ്പൊ ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമ്മളെ കോൺഫിഡൻസ് ഒക്കെ അടിപൊളിയായിട്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റത്തിൽ ഞാൻ പറയുകയാണ്, നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും? നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് കാണണം? നമ്മൾ ലൈവും കാണണം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ 5 ഗ്രൂപ്പിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആരൊക്കെയായിരുന്നു? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പം, ആൻജിയോസ്പം. ഈ 5 ആളുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ ഒരു ബോക്സ് എല്ലാവരും പഠിക്കണം. കാരണം എല്ലാ വർഷത്തെ നീറ്റിനും ഈ ഒരു ബോക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ ഒരു ബോക്സ് നമ്മൾ NCERT ഒന്നുമില്ല. ബട്ട് അതിനൊക്കെ എടുക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ടേബിളാണിത്. അപ്പൊ എല്ലാവരും ഈ ഒരു ടേബിൾ അടിപൊളിയായിട്ട് ശ്രദ്ധിക്കണം. നോക്കണം, ഇവിടെ ക്യാരക്ടേഴ്സ്, ഇവിടെ ബോഡി ലെവൽ നോക്കുമ്പോൾ ആൽഗന്റെയും ബ്രയോഫൈറ്റിന്റെ ഒക്കെ ബോഡി ലെവൽ എന്താ കാണുന്നത്? താലോയിഡ്. അപ്പൊ എന്താണ് താലോയിഡ്? സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. താലോയിഡ് എന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ടുള്ള റൂട്ടില്ല, സ്റ്റെമ്മില്ല, ലീഫില്ല. എന്താണ് ഈ ട്രൂ അല്ലാത്തെന്ന് പറഞ്ഞത്? അതായത് വാസ്കുലർ ടിഷ്യൂസ് പഠിച്ചിട്ടില്ലേ? സൈലം, ഫ്ലോയം, അതില്ലാത്ത ആൾക്കാരാണ് എന്ത്? താലോയിഡ്. നമ്മൾ അവരെ താലോഫൈറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ആരൊക്കെ? ആൽഗെ, ബ്രയോഫൈറ്റ് എന്താണ്? താലോയിഡ്. ബാക്കി 3 ആൾക്കാർ ഇപ്പോഴാണ് പഠിച്ചു വെക്കുക. എന്താണ്? അവർക്ക് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്, അതായത് സൈലും ഫ്ലോയും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം അവർക്ക് എന്തുണ്ട്? ട്രൂ റൂട്ട്, സ്റ്റെം, ലീവ്സ് ഉണ്ട്. ആർക്കൊക്കെ? ടെറിഡോഫൈറ്റിനും, ജിംനോസ്പേമിനും, ആൻജിയോസ്പേമിനും. അത് കഴിഞ്ഞ അടുത്താണ് മെയിൻ പ്ലാൻ ബോഡി. നമുക്ക് ഓൾറെഡി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്ന സാധനമാണ് ഗ്യാമിറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞ 2 കൺസെപ്റ്റ്. നമുക്കറിയാം ഹാപ്ലോയിഡ് ആണ് ഗ്യാമിറ്റോഫൈറ്റ്, ഡിപ്ലോയിഡ് ആണ് സ്പോറോഫൈറ്റ്. ഒരു പ്ലാന്റിന്റെ ലൈഫ് സൈക്കിൾ നോക്കുമ്പോൾ കൂടുതൽ തവണ അത് ഹാപ്ലോയിഡിലാണെങ്കിൽ നമ്മൾ പറയും അതിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്? ഗ്യാമിറ്റോഫൈറ്റിക്കലാണ്. കൂടുതൽ സമയം ഡിപ്ലോയിഡിലാണെങ്കിൽ നമ്മൾ പറയും എന്ത്? സ്പോറോഫൈറ്റിലാണെന്ന് പറയും. ഇവിടെ പഠിച്ചു വെക്കുക, ആൽഗന്റെ മെയിൻ പ്ലാൻ ബോഡി എന്താണ്? ഗ്യാമിറ്റോഫൈറ്റിക് ആണ്. അപ്പൊ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കാണ് ആൽഗന്റെ പ്ലോയിഡി എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം എന്ത്? N, അതായത് ഹാപ്ലോയിഡ്. അതുപോലെ തന്നെയാണ് ഇത് ബ്രയോഫൈറ്റിൻ്റെ എന്താണ്? മെയിൻ പ്ലാൻ ബോഡി എന്താണ്? ഹാപ്ലോയിഡ് തന്നെയാണ്. ഇവിടെ ആൽഗയിൽ പറയുമ്പോൾ ആൽഗയിൽ ഒരുപാട് എക്സാമ്പിൾ നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൽഗയാണ് എങ്ങനെ വരുന്നത്? ഗ്യാമിറ്റോഫൈറ്റിക് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആയിട്ട് വരുന്നത്. ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പുതിയ NCERT പ്രകാരം എന്താണ് കൊടുത്തിട്ടുള്ളത്? ഗ്യാമിറ്റോഫൈറ്റിക്, അതായത് ഹാപ്ലോയിഡ്. പക്ഷെ ഇവിടെ നിന്ന് ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം ഇവരെല്ലാവരും എന്താണ്? സ്പോറോഫൈറ്റിക് ആണ്. അതായത് അവരുടെ മെയിൻ പ്ലാൻ ബോഡി എന്താണ്? ഡിപ്ലോയിഡ് ആണ്. അടുത്ത് നോക്കുക, ഇൻഡിപെൻഡന്റ് ഫേസ്. അതായത് ഗ്യാമിറ്റോഫൈറ്റിക്, സ്പോറോഫൈറ്റിക് 2 ഫേസ് ഉള്ളത്. അതിൽ ആൽഗന്റെ നോക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് ഫേസ് ഏതാണ്? ഗ്യാമിറ്റോഫൈറ്റിക് ആണ്. അതുപോലെ ബ്രയോഫൈറ്റിലും ഇൻഡിപെൻഡന്റ് ഏതാണ്? ഗ്യാമിറ്റോഫൈറ്റിക് ആണ്. ടെറിഡോഫൈറ്റിൽ നോക്കുമ്പോൾ ബോത്ത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നീറ്റിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. നോക്കണം, ടെറിഡോഫൈറ്റിന്റെ ഗ്യാമിറ്റോഫൈറ്റും സ്പോറോഫൈറ്റും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഇവിടെ നോക്കും ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും എന്താണ്? സ്പോറോഫൈറ്റ് ആണ് എന്തായിട്ട് വരുന്നത്? ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കുക, വാസ്കുലർ ടിഷ്യൂസ്. ഓൾറെഡി പറഞ്ഞു ആൽഗയിലും ആബ്സെന്റ് ആണ്, ബ്രയോഫൈറ്റിലും ആബ്സെന്റ് ആണ്. ബാക്കി 3 ആൾക്കാരിൽ എന്താണ്? പ്രസന്റ് ആണ്. അപ്പം ഈ ഒരു ബോക്സ് എന്താക്കണം? അടിപൊളിയായിട്ട് പഠിക്കണം. പ്രത്യേകം ഈ ഒരു സാധനം ശരിക്കും ശ്രദ്ധിക്കണം. മെയിൻ പ്ലാൻ ബോഡിയും അതേപോലെ ഇൻഡിപെൻഡന്റ് ഫേസും ഏതൊക്കെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇൻഡിപെൻഡന്റ് ഫ്രീ ലിവിംഗ് ഫോട്ടോസിന്തറ്റിക് മൾട്ടി സെല്ലുലാർ ഗ്യാമിറ്റോഫൈറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ. എന്താ ചോദിച്ചത്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗ്യാമിറ്റോഫൈറ്റ്
ഇല്ലാത്തത് ആരെയെന്ന് വെച്ചത്. അപ്പം ക്വസ്റ്റ്യൻ വായിച്ച ആ ഒരു കൺഫ്യൂഷൻ അടിക്കരുത്. നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കുക, ബ്രയോഫൈറ്റിൽ എന്താ ഉള്ളത്? ബ്രയോഫൈറ്റിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ട്. അപ്പം ബ്രയോഫൈറ്റ് എന്തല്ല? ആൻസർ അല്ല. അതേപോലെ ടെറിഡോഫൈറ്റിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്തുണ്ട്? ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ട്. അതുപോലെ മോസ്റ്റ് ആൽഗയിലും എന്തുണ്ട്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ട്. ഇവരെന്താ ചോദിച്ചത്? ഇല്ലാത്തതാ ചോദിച്ചത്. ഏതിലൊക്കെയാണ് ഇല്ലാത്തത്? ജിംനോസ്പെം, ആൻജിയോസ്പെം. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ് ആൻസർ? ജിംനോസ്പെം, അതായത് ഓപ്ഷൻ 4. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്? വാസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെന്റ്. ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാ വാസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെന്റ് ഇൻ? എവിടെയാണ് ഇല്ലാത്തതെന്ന് നമുക്കറിയാം. ടെറിഡോഫൈറ്റിലുണ്ട്, ജിംനോസ്പെമിലുണ്ട്, ബ്രയോഫൈറ്റ്, ആൻജിയോസ്പെം. എവിടെയാണ്? ബ്രയോഫൈറ്റിൽ എന്തില്ല? സൈലം ആൻഡ് ഫ്ലോയം, അതായത് വാസ്കുലർ ടിഷ്യൂസ് എവിടെ ഇല്ല? ബ്രയോഫൈറ്റിൽ ഇല്ല. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് 5 ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. അവരുടെ പറ്റി ഒരു സ്മോൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി അതിൽ നമ്മൾ ഈ ആളുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ആദ്യം ആരെ പറ്റിയാണ്? ആൽഗേനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ആൽഗയിൽ ഫസ്റ്റേ പഠിച്ചു നോക്കുക എന്തൊക്കെ? സിമ്പിൾ, ഗ്രീൻ, ലാർജ്ലി അക്വാറ്റിക്. ആ പോയിന്റ് ഓർമ്മയാണ്. എന്താണ് ലാർജ്ലി അക്വാറ്റിക് ആണ്. ഏതൊക്കെ ഉണ്ട്? ഫ്രഷ് വാട്ടർ ഉണ്ട്, മറൈൻ വാട്ടർ ഉണ്ട്. അത് ക്യാൻ ആൾസോ ഒക്കർ മോയ്സ്റ്റ് സോയിൽ, സ്റ്റോൺസ് ആൻഡ് വുഡ്. ഇവിടൊക്കെ എന്തിനെ കാണാം? ആൽഗേനെ നമുക്ക് കാണാം. അടുത്തായിട്ട് ആലോചിക്കുക, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ ഒരുപാട് ചാപ്റ്ററിൽ കേട്ട പേരാണ് എന്ത്? ലൈക്കൻസ് കേട്ടാണ്. ഏതൊക്കെ? ആൽഗെ പ്ലസ് ഫംഗസ്. അപ്പൊ നോക്കണം, അസോസിയേഷൻ വിത്ത് ഫംഗസ് ഉണ്ട്. അതുപോലെ തന്നെ ചില അനിമൽസുമായിട്ട് ആർക്ക് അസോസിയേഷൻ ഉണ്ട്? ആൽഗക്ക് എന്തുണ്ട്? അസോസിയേഷൻ ഉണ്ട്. ഇത് മറക്കരുത്, സ്ലോത്ത് ബിയർ ഒരു സൈസ് കരടിയാണ്. അതിന്റെ ബോഡിയിൽ എന്തുണ്ട്? ആൽഗയ്ക്ക് എന്തുണ്ട്? ഒരു അസോസിയേഷൻ ഉണ്ട്. പിന്നെ ആൽഗകളുടെ സൈസും ഫോംസും ഒക്കെ ഭയങ്കര വേരിയബിൾ ആണ്. നോക്കണം, ചില ആൽഗകൾ കൊളോണിയൽ ആയിട്ട് കോളനി ഫോം ചെയ്തായിട്ട് നിൽക്കുന്ന ചില ആൽഗകളുണ്ട്. അതിന് ഉദാഹരണമാണ് വോൾബോക്സ്. ഈ ഒരുപാട് ഉദാഹരണം വരുന്നുണ്ട് ആൽഗയിൽ. എല്ലാം കറക്റ്റ് മൈൻഡിൽ ഉണ്ടാവണം. നീറ്റിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താണ്. നോക്കണം, കൊളോണിയൽ ആൽഗയ്ക്ക് ഉദാഹരണം വരുന്നത് ഏതാ? വോൾബോക്സ്. ഫിലമെന്റസിന് ഉദാഹരണം വരുന്നതാണ് സ്പൈറോഗൈറ, ഉലോത്രിക്സ്. അതുപോലെ മറൈൻ ഫോംസിന് ഉദാഹരണമാണ് കെൽപ്സ് എന്ന് പറഞ്ഞ ഒരു ആൽഗെ. ഇത് ഭയങ്കര ജയന്റ് ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ആൽഗയാണ്. ഏകദേശം 100 മീറ്ററിന് എബോവ് വരെ ലെങ്ത് ഉണ്ട്. ഏത് ആൽഗക്ക്? കെൽപ്സ് പറഞ്ഞ ആൽഗക്ക്. അതെന്താണ്? ഒരു മറൈൻ ജയന്റ് ഫോം ആണ്. അടുത്ത നമ്മൾ ആൽഗന്റെ റീപ്രൊഡക്ഷനെ പറ്റിയ പഠിക്കാനുള്ളത്. ഫസ്റ്റ് പഠിക്കാനുള്ളത് ഏതാ? ഫസ്റ്റ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. സിംപിളി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്താണ്? ഫ്രാഗ്മെന്റേഷൻ. അത് കഴിഞ്ഞ് പ്ലാൻ ബോഡി, താലോയിഡ് പ്ലാൻ ബോഡി പറഞ്ഞല്ലോ, അതിൽ നിന്നൊരു ഫ്രാഗ്മെന്റ് അങ്ങോട്ട് വീഴുക, പിന്നെ അതൊരു പുതിയൊരു ആൽഗയായിട്ട് പുതിയൊരു പ്ലാൻ ബോഡി ആയിട്ട് മാറുക. അതാണ് സിംപിൾ എന്ത്? ഫ്രാഗ്മെന്റേഷൻ. അടുത്തതാണ് ഏത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്ത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി? സൂസ്പോർസ് ആണ്. ഏത് സ്പോറാണ്? സൂസ്പോർസ് എന്താണ്? മോട്ടൈലാണ്. മോട്ടൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലജെല്ല ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? സെക്ഷലിൽ നമുക്കറിയാം, സെക്ഷലിൽ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റിന് ഫ്യൂഷൻ ആണ് എവിടെ ഉണ്ടാവുക? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാവുക. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 3 ടൈപ്പിൽ നടക്കാം. ഏതൊക്കെ? ഐസോഗമി, അല്ലെങ്കിൽ 3 ടൈപ്പ് ഗ്യാമീറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ഗ്യാമീറ്റ്സ്? ഐസോഗ്യാമസ് ഉണ്ട്, അനൈസോഗ്യാമസ് ഉണ്ട്, ഊഗ്യാമസ് ഉണ്ട്. ഐസോഗ്യാമസ് എന്ന് പറയുമ്പോൾ സെയിം സൈസ്ഡ് ഗ്യാമീറ്റ്സ് ആണ് ഐസോഗ്യാമസ്. അതിൽ ഫ്ലജെല്ല ഉള്ളതുണ്ട്, ഫ്ലജെല്ല ഇല്ലാത്തതുണ്ട്. ഫ്ലജെല്ല ഉള്ളതിന് ഉദാഹരണമാണ് യുളോത്രിക്സ്. ഫ്ലജെല്ല ഇല്ലാത്തതിന് ഉദാഹരണമാണ് ഏത്? സ്പൈറോഗൈറ. അത് കഴിഞ്ഞ് ചില ഗ്യാമീറ്റിന്റെ ഡിസിമിലർ സൈസിലുള്ളതിനെ നമ്മൾ എന്ത് ടേം വിളിക്കും? അനൈസോഗ്യാമസ് എന്ന് വിളിക്കും. അത് ഏത് ആൽഗല കാണുക? യൂഡോറിന എന്ന് പറഞ്ഞ ആൽഗയിലാണ് നമ്മൾ കാണുക. ഉദാഹരണത്തിന് 2 ഗ്യാമീറ്റ് ഉണ്ടെങ്കിൽ ഒരു ഗ്യാമീറ്റ് വലുത്, ഒന്ന് ചെറുത്. അതാണ് ഇത്? അനൈസോഗ്യാമസ്. അടുത്തതാണ് ഊഗ്യാമസിൽ എന്താണ്? സ്മോൾ മോട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗ്യാമീറ്റ്. എങ്ങനെയാണ്? സ്മോൾ മോട്ടൈൽ മെയിൽ ഗ്യാമീറ്റ് ആരുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്? ലാർജ് നോൺ മോട്ടൈൽ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ട് എന്താണ് ഫ്യൂഷൻ നടക്കുക. ആ ഒരു ഗ്യാമീറ്റ്സ് നമ്മൾ വിളിക്കും എന്ത്? ഊഗ്യാമസ് എന്ന് വിളിക്കും. ആ ഒരു ഫ്യൂഷൻ നമ്മൾ ഊഗമി എന്ന് വിളിക്കും. ഇത് എവിടെയൊക്കെ കാണാൻ പറ്റും? വോൾബോക്സ്, ഫ്യൂക്കസ് എന്ന് പറഞ്ഞ 2 ആൽഗയിലാണ് നമുക്ക് ഈ ഊഗമി അല്ലെങ്കിൽ ഊഗ്യാമീറ്റ്സ്, ഈ ഊഗ്യാമസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത ആൽഗന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ ഒന്നാമത് പഠിച്ചു നോക്കാം. നമുക്ക് അറിയാം ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? CO2 ഫിക്സേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ 50% ഓഫ് CO2 ഫിക്സേഷൻ ആണ് എർത്തിലുള്ള 50%ഓളം CO2 ആര് ഫിക്സ് ചെയ്യുന്നുണ്ട്? ആൽഗകൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അങ്ങനെ ഫോട്ടോസിന്തസിസ് നടക്കുന്നതിലൂടെ ഓക്സിജൻ ഉണ്ടാവും. അവരുടെ ഇമ്മീഡിയറ്റ് സർഫസിൽ എന്തുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും. അപ്പം ആൽഗ എങ്ങനെ എർത്തിലെ CO2 ഫിക്സ് ചെയ്യുന്നതിലൂടെ എന്തുണ്ട്? ആ
CO2 ഫിക്സ് ചെയ്യണോ നടക്കുന്നുണ്ട്, അതോടൊപ്പം അവരുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിൽ ഓക്സിജന്റെ ഡിസോൾവ് എമൗണ്ട് കൂടുന്നുണ്ട്. മാത്രമല്ല ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് എന്താണ്? ഈ ഗ്ലൂക്കോസ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൽഗകൾ എവിടെയുള്ളത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അക്വാറ്റിക്കിലാണ്. അപ്പൊ അക്വാറ്റിക്സിൽ ബേസിസ് ഓഫ് ഫുഡ് ചെയിന്റെ ബേസിൽ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ആര്? ആൽഗ എന്തുണ്ടാക്കുന്നുണ്ട്? ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത ആലോചിക്കാം, ചില മറൈൻ ആൽഗ ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. എത്രത്തോളം? 70 സ്പീഷീസ് ഓഫ് മറൈൻ ആൽഗ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിന് ഉദാഹരണം പഠിച്ചു വെക്കണം. ലാമിനേരിയ, പോർഫൈറ, സർഗാസം, അതൊക്കെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ആൽഗകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ചില ഹൈഡ്രോകൊളോയിഡ്സ് ഉണ്ട്. ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്. അതായത് ചില ബ്രൗൺ ആൽഗന്റെ സെൽ വാളിൽ എന്തുണ്ട്? ആൽജി എന്ന് പറഞ്ഞ പോളിസാക്കറൈഡ് ഉണ്ട്. ചില റെഡ് ആൽഗന്റെ സെൽ വാളിൽ എന്തുണ്ട്? കാരാജീൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ഉണ്ട്. ഇവർക്ക് എന്തിന്? ഒരു പോളിസാക്കറൈഡ് അവരൊക്കെ സെൽ വാളിൽ കാണുന്നത്. ഇവർക്കൊക്കെ എന്താണ് കഴിവുണ്ട്? ഇവർക്ക് വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ വിളിക്കാറുണ്ട് ഹൈഡ്രോകൊളോയിഡ്സ് ചില ആൽഗകൾ. അതുപോലെ തന്നെ അഗാർ ഒരു പോളിസാക്കറൈഡ് ആണ്. അഗാർ എവിടെ നിന്നാ കിട്ടുക? ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ എന്ന് പറഞ്ഞ റെഡ് ആൽഗകളാണ്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോളിസാക്കറൈഡ് അഗാർ. അഗാറിന്റെ പ്രത്യേകതയാണ് നമുക്ക് മൈക്രോബ്സിനെ വളർത്തുമല്ലോ മീഡിയത്തിലിട്ട്. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യാറുണ്ട്? അഗാറിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അഗാർ ഐസ്ക്രീമിലും ജെല്ലീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അഗാർ. ലാസ്റ്റ് സാധനമാണ് ക്ലോറല്ല പ്രോട്ടീൻ റിച്ച് ആണ്. അതുകൊണ്ട് ഈവൻ സ്പേസ് ട്രാവലേഴ്സിന് വരെ എന്ത് യൂസ് ചെയ്യാം? ക്ലോറല്ല ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി നോക്കുക, എക്സാമ്പിൾ കാണാണ്ട് പഠിക്കണം. ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ. ഗ്രീൻ ആൽഗയിൽ ആകെ ക്ലമിഡോമോണാസ്, വോൾവോക്സ്, ക്ലോറല്ല, യുളോത്രിക്സ്, സ്പൈറോഗൈറ, കാര, യൂഡോറിന ഈ തുടങ്ങിയ ആൽഗകളാണ് ഗ്രീൻ ആൽഗയിൽ നമ്മൾ പഠിക്കേണ്ട ആളുകൾ. അതുപോലെ ബ്രൗൺ ആൽഗയിൽ ഫ്യൂക്കസ്, എക്ടോകാർപ്പസ്, ഡിക്റ്റോട്ട, ലാമിനേരിയ, സർഗാസം. റെഡ് ആൽഗയിൽ ജലീഡിയം, ഗ്രാസിലേറിയ, പോർഫൈറ, പോളിസൈഫോണിയ. അപ്പൊ ഈ ആളുകളെ കാണാണ്ട് പഠിച്ചേക്കണം. ഇതിൽ ചില ആളുകളുടെ ഫിഗർ സഹിതമുണ്ട്. അതൊക്കെ നമ്മൾ ഇനി ലൈവിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലൈവ്. അപ്പൊ ലൈവ് ആരും മിസ്സാക്കാണ്ട് നമ്മളെ ലൈവ് കാണണം. അപ്പൊ നോക്കുക, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മളെല്ലാ ആൽഗെ നമുക്കറിയാം. 3 ആൽഗെ ഏതൊക്കെ ആൽഗ ഉള്ളത്? ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇത് ഓരോ ഇതിനെ ക്ലാസിഫൈ ചെയ്താണ്. ആൽഗനെ നമ്മൾ 3 ക്ലാസ്സിലോട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ക്ലാസ് ആണ് ഏത്? ഒരു ക്ലാസ് ആണ് ഗ്രീൻ ആൽഗെ, 2 ആണ് ബ്രൗൺ ആൽഗെ, 3 ആണ് റെഡ് ആൽഗെ. ഗ്രീൻ ആൽഗിന് വേറെ പേരാണ് എന്ത്? ക്ലോറോഫൈസിയെ. ബ്രൗൺ ആൽഗിന് വേറെ പേരാണ് ഫയോഫൈസിയെ. റെഡ് ആൽഗിന്റെ വേറെ പേരാണ് റെഡോഫൈസിയെ. അതിൽ പിഗ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ക്ലോറോഫിൽ എ 3 ആൽഗയിലും കോമൺ ആണ്. പിന്നെ ക്ലോറോഫിൽ ബി, ഇവിടെ ക്ലോറോഫിൽ സി, ക്ലോറോഫിൽ ഡി. ബ്രൗൺ ആൽഗയിൽ ഈ ക്ലോറോഫിൽ എയും സീനെ കൂടാതെ ഏതൊക്കെ പഠിക്കാണ്ട്? കരോട്ടിനോയിഡ്സ്, ക്സാന്തോഫിൽ, ഫ്യൂക്കോക്സാന്തിൻ. ഈ ഫ്യൂക്കോക്സാന്തിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് ഇവർക്ക് ബ്രൗൺ കളർ കൊടുക്കുന്നത്. അതുപോലെ റെഡ് ആൽഗയിൽ ആർ ഫൈക്കോ എരിത്രിൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. ആർ ഫൈക്കോ എരിത്രിൻ ആണ് റെഡ് ആൽഗക്ക് റെഡ് നിറം നൽകുന്നത്. അടുത്ത സ്റ്റോർഡ് ഫുഡ് നോക്കുക. ക്ലോറോഫൈൽ, അതായത് ഗ്രീൻ ആൽഗയിൽ ഏതാ? സ്റ്റാർച്ച് ആണ് മോസ്റ്റ്. പിന്നെ എന്തുണ്ട്? ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. ഇവിടെ ബ്രൗൺ ആൽഗയിൽ മാനിറ്റോള്, ലാമിനേരിയ ഉള്ളത്. റെഡ് ആൽഗയിൽ ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ആണ് സ്റ്റോർഡ് ഫുഡ് ആയിട്ടുള്ളത്. ഇനി സെൽവാള് ഔട്ടർ ഇന്നർ. ഔട്ടർ നോക്കുമ്പോൾ സെൽവാള് ഔട്ടറിൽ ഗ്രീൻ ആൽഗയിൽ പെക്ടോസ് ആണ്, ബട്ട് ഇന്നറിൽ സെല്ലുലോസ് ആണ്. ഇങ്ങനെ പഠിച്ചാൽ മതി. സെൽവാളിൽ എപ്പോഴും ഇന്നറിൽ ആരാണ്? സെല്ലുലോസ് ആണ്. ഔട്ടറിൽ നോക്കുമ്പോൾ ഗ്രീൻ ആൽഗയിൽ പെക്ടോസ്, ബ്രൗൺ ആൽഗയിൽ ആൽജിന്. ഇവിടെ റെഡ് ആൽഗയിൽ ആരാ? പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്. ഫ്ലജല്ല നോക്കുമ്പോൾ ഈ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലജല്ല ഗ്രീൻ ആൽഗയിൽ 2 to 8 ഈക്വൽ അപ്പിക്കൽ ഫ്ലജല്ലയാണുള്ളത്. ബ്രൗൺ ആൽഗയിൽ 2 അൺഈക്വൽ ലാറ്ററലി ഫ്ലജല്ലാണ് കാണുന്നത്. ബട്ട് റെഡ് ആൽഗയിൽ എന്തില്ല? ഫ്ലജല്ല ആബ്സെന്റ് ആണ്. അത് ഹാബിറ്റായിട്ട് നോക്കുകയാണെങ്കിൽ മറൈന്, ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ 3 ആൾക്കാർ ഇവിടെ എല്ലാം കാണും. ബട്ട് പഠിച്ചു വെക്കുന്നത് ഈ ബ്രൗൺ ആൽഗ മറൈനിൽ പ്രൈമറി മറൈൻ. അപ്പൊ മോസ്റ്റ് ഓഫ് ദി ബ്രൗൺ ആൽഗ എവിടെയുള്ളത്? മറൈൻ ആണ് പ്രൈമറി ഉള്ളത്. അതുപോലെ ഫ്രഷ് വാട്ടറിൽ ഇവർ ഭയങ്കര റയർ ആണ്. ഇവിടെ റെഡ് ആൽഗ നോക്കുമ്പോൾ മെജോറിറ്റി എവിടെ ഉള്ളത്? മറൈനിൽ തന്നെയാണ് ആരുള്ളത്? റെഡ് ആൽഗ മെജോറിറ്റി ഉള്ളത്. ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ. അതുപോലെ ഈ പോയിന്റ് പഠിച്ചു വെക്കുക. ഈ റെഡ് ആൽഗന്റെ ഗ്രേറ്റർ കോൺസെൻട്രേഷൻ എവിടെയുള്ളത്? വാർമർ ഏരിയാസിലാണ് ആര് കൂടുതലുള്ളത്? റെഡ് ആൽഗ കൂടുതലുള്ളത്. അടുത്ത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നോക്കുക. കോമൺ ആയിട്ട് പഠിച്ചു മതി. എല്ലാവരിലും എന്തുണ്ട്? ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുമ്പോൾ സൂസ്പോർസ് നമുക്കറിയാം. മോട്ടൈലായിട്ടുള്ള സ്പോർസ് അല്ലേ? സൂസ്പോർസ് അസെക്ഷൽ സ്പോർസ് ആണ്. സൂസ്പോർസ് എവിടെയൊക്കെ ഉണ്ട്? ഗ്രീൻ ആൽഗയിലും ഉണ്ട്, ബ്രൗൺ ആൽഗയിലും ഉണ്ട്. പക്ഷേ ഇവിടെ എന്ത്? നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോർ ആണുള്ളത്. ഇവിടെ റെഡ് ആൽഗയിൽ.
റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുമ്പോൾ ഇവിടെ ഐസോഗ്യാമസ്, അനൈസോ, ഊഗമി മൂന്നും ഉണ്ട്. ഇവിടെയും ഐസോ, അനൈസോ, ഊഗാമസ് ഉണ്ട്. ബട്ട് ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഊഗമി, ഊഗാമസ് മാത്രമേ ഉള്ളൂ എവിടെ? റെഡ് ആൽഗേല്. അത് കഴിഞ്ഞിട്ട് ചില മിസൽനീസ് ആയിട്ട് പഠിച്ചു വെക്കുക. ഗ്രീൻ ആൽഗയിൽ നോക്കുമ്പോൾ ഗ്രീൻ ആൽഗന്റെ സ്റ്റോറേജ് ബോഡി കോൾഡ്, അവരുടെ സ്റ്റോറേജ് ബോഡി വിളിക്കുന്ന പേരാണെന്ത്? പൈറിനോയിഡ്സ്. പൈറിനോയിഡ്സ് എവിടെ കാണും? ക്ലോറോപ്ലാസ്റ്റിൽ കാണും. വ്യത്യസ്ത ഷേപ്പിലാണ് ഇതെല്ലാം കാണുക. ഇറ്റ് കണ്ടെയ്ൻസ് പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്. അവിടെ എന്തുണ്ട്? പ്രോട്ടീനെ കൂടാതെ സ്റ്റാർച്ച് ഒക്കെ എവിടെ ഉണ്ട്? ഗ്രീൻ ആൽഗയിൽ ഉണ്ട്. ബ്രൗൺ ആൽഗയിൽ നോക്കുമ്പോൾ ഫെർട്ടിലൈസേഷൻ ഒക്കർ ഇൻ വാട്ടർ ഓർ ആൻ ഊഗോണിയം. അത് നോർമലി ഗാമീറ്റ്സ് വെള്ളത്തിലോട്ട് റിലീസ് ചെയ്ത് അവിടെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, വാട്ടറിൽ വെച്ച് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുക. പക്ഷേ അക്കോർഡിംഗ് ടു NCERT ചില ബ്രൗൺ ആൽഗയിൽ എന്തുണ്ട്? ഊഗോണിയം. ഫീമെയിൽ ആൽഗന്റെ ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേരാണെന്ത്? ഊഗോണിയം. ഊഗോണിയത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ആക്ച്വലി ബ്രൗൺ ആൽഗയിൽ മാത്രമൊന്നുമല്ല നടക്കുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു NCERT നമ്മൾ എന്ത് പഠിച്ചു വെക്കുക? ഊഗോണിയം ഈസ് പ്രസന്റ് ഇൻ ബ്രൗൺ ആൽഗയാണ്. അപ്പൊ ഊഗോണിയം എന്താണ്? ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് നടക്കാം? ഫെർട്ടിലൈസേഷൻ നടക്കാം. അതുപോലെ തന്നെ ബ്രൗൺ ആൽഗന്റെ ഒരു സ്ട്രക്ചർ എടുക്കുക. അപ്പൊ അവിടെ കണ്ടോ ഒരു ഫോട്ടോസിന്തറ്റിക് ലീഫിന്റെ പോലത്തെ സ്ട്രക്ചർ, ഫ്രണ്ട് എന്ന് വിളിക്കാം. ആ സ്റ്റാക്ക് പോലത്തെ സ്ട്രക്ചർ ആണ് എന്ത്? സ്റ്റൈപ്പ്. അതേപോലെ ഹോൾഡ് ഫാസ്റ്റ്. ഈ ഹോൾഡ് ഫാസ്റ്റ് വെച്ചാണ് ഇവർ എവിടെയാണോ ജീവിക്കുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് ഇവർ എവിടെയാണോ ജീവിക്കുന്നത് ആ സബ്സ്ട്രാറ്റ് എന്ന് പറയും. അവിടെ അറ്റാച്ച് ചെയ്യുന്നത് ഏത് വെച്ചാണ്? ഹോൾഡ് ഫാസ്റ്റ് വെച്ചാണ്. റോഡോഫൈസ് നോക്കുമ്പോൾ യൂഷ്വലി മൾട്ടി സെല്ലുലാർ വിത്ത് കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസിങ് ഇവന്റ്സ് എവിടെ കാണാൻ പറ്റും? റെഡ് ആൽഗയിൽ കാണാൻ പറ്റും. ഇനി ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. സെൽ വാൾ ഓഫ് സ്പൈറോഗൈറ ഈസ് കമ്പോസ്ഡ് ഓഫ്. സ്പൈറോഗൈറ എന്താണ്? ഒരു ഗ്രീൻ ആൽഗയാണ്. ഗ്രീൻ ആൽഗന്റെ സെൽ വാളിൽ എന്തൊക്കെയുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. പെക്ടോസ് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്. അപ്പൊ എന്താണ് ഓപ്ഷൻ? എന്താണ് ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ഗ്രാസിലേറിയ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ്. അപ്പൊ ആദ്യം ആലോചിക്കണം ഗ്രാസിലേറിയ എന്ത് ടൈപ്പ് ആൽഗയാണ്? ഗ്രാസിലേറിയ എന്താണ്? ഒരു റെഡ് ആൽഗയാണ്. റെഡ് ആൽഗയിൽ ഐസോഗ്യാമസ് ആണോ? അനൈസ് ആണോ? അല്ല. ഏതാണ്? ഊഗ്യാമസ് ആണ് എവിടെയുള്ളത്? റെഡ് ആൽഗയില്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടി. മൂന്നാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കൊളോണിയൽ ആൽഗെ? ഏതാണ് കൊളോണിയൽ ആൽഗെ? നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതാ? വോൾവോക്സ് ആണെന്ന്. കൊളോണിയൽ ആൽഗെ. അത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? ആന്റീരിയർലി പ്ലേസ്ഡ് ഈക്വൽ 2 to 8 ഫ്ലജല്ല. എവിടെയാണ് 2 to 8 ഈക്വലി ആന്റീരിയറിലെ ഫ്ലജല്ല ഉള്ളത്? എവിടെയുള്ളത്? ഗ്രീൻ ആൽഗയിലാണ് എന്ത് കണ്ടിട്ടുള്ളത്? ഈ ഫ്ലജല്ല കണ്ടിട്ടുള്ളത്. 2 ലാറ്ററൽ ഫ്ലജല്ലാണ് എവിടെയുള്ളത്? ബ്രൗൺ ആൽഗയിലുള്ളത്. അത് കണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Statement 1. Most of the members of Chlorophyceae have one or more storage bodies called pyrenoids located in the chloroplast. Yes, നമ്മൾ already discuss ചെയ്തത് എന്താണ്? Right ആണ്. Statement 2. Cell wall of members of Rhodophyceae is made up of cellulose, pectin and polysulfate esters. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്? എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്? കറക്റ്റ് ആണ്. അപ്പൊ എന്താണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ 1. Both statements are correct. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റേറ്റ്മെന്റ് 1 എന്താ? ദ റെഡ് താലി ഓഫ് മോസ്റ്റ് ഓഫ് ദി റെഡ് ആൽഗെ ആർ യൂണിസെല്ലുലാർ ആണോ? അല്ല. റെഡ് ആൽഗന്റെ മോസ്റ്റ് ഓഫ് താലസ് എന്താ പറയുന്നത്? യൂണിസെല്ലുലാർ എന്നാ പറഞ്ഞിട്ടുള്ളത്. യൂണിസെല്ലുലാർ ആണോ? അല്ല, മൾട്ടി സെല്ലുലാർ ആണ്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. അടുത്ത എന്താ? സ്റ്റേറ്റ്മെന്റ് 2. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ റെഡ് ആൽഗെ ഈസ് ഐസോഗ്യാമസ് ഈസ് ആൻഡ് അക്കമ്പനീഡ് ബൈ കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഈ കോംപ്ലക്സ് ഫെർട്ടിലൈസേഷൻ ഒക്കെ ഓക്കെ, ബട്ട് എന്തല്ല? ഐസോഗ്യാമസ് ആണോ? അല്ല, ഊഗ്യാമസാ. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ആൽഗെ ഇതോടുകൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആൽഗന്റെ ചില ഒന്നും കൂടി കൺസെപ്റ്റിലെ ചില ക്വസ്റ്റ്യൻസും അതേപോലെ ഈ ഫിഗർ ഒക്കെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് നീറ്റിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും? നമ്മളെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും.